കാൽപ്പനിക പരിസ്ഥിതി പ്രവർത്തനമല്ല, മറിച്ച് പ്രൊഫസർ ശോഭീന്ദ്രന്റേതുപോലെ ഇഴുകിച്ചേർന്ന പരിസ്ഥിതി പ്രവർത്തനമാണ് ഇന്നത്തെ കാലത്ത് വേണ്ടതെന്ന് കവി വീരാൻകുട്ടി. പരിസ്ഥിതി ഹ്രസ്വചിത്ര പ്രദർശനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വടകരയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാൽപ്പനിക പരിസ്ഥിതി പ്രവർത്തനമല്ല, മറിച്ച് പ്രൊഫസർ ശോഭീന്ദ്രന്റേതുപോലെ ഇഴുകിച്ചേർന്ന പരിസ്ഥിതി പ്രവർത്തനമാണ് ഇന്നത്തെ കാലത്ത് വേണ്ടതെന്ന് കവി വീരാൻകുട്ടി പറഞ്ഞു. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ സ്കൂളുകൾ ഉൾപ്പെടെ 2000 കേന്ദ്രങ്ങളിൽ അമ്മു എന്ന പരിസ്ഥിതി ഹ്രസ്വചിത്രം പ്രദർശിപ്പിക്കുന്നതിന്റെ ജില്ലാതല ഉദ്ഘാടനം വടകര ഡയറ്റിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതിയോടിണങ്ങി ഭൂമിയിലെ മറ്റൊരു ജീവജാലത്തെ പോലെ എല്ലാവരുമായി ഐക്യപ്പെട്ട് കഴിയുന്ന മനുഷ്യന്മാർ, പൊക്കുടൻ നിറഞ്ഞ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ മനുഷ്യനെയാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ജീവിതകാലം മുഴുവൻ ആദ്യകാലത്ത് അദ്ദേഹം താൻ വിശ്വസിച്ച രാഷ്ട്രീയ ആദർശത്തിൽ പ്രവർത്തിക്കാൻ ശ്രമിച്ചു. പക്ഷെ താൻ കീഴാളനായതുകൊണ്ട് അവിടെ അവഗണിക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്ത ശേഷം തന്റെ ദൗത്യം അതല്ല, താൻ പിറന്ന മണ്ണിലെ, താൻ ജനിച്ച പരിസ്ഥിതി ചുറ്റുപാടിൽ അതിന്റെ ജീവൻ പകർന്നുകൊണ്ട് ജീവിക്കലാണ് തന്റെ ദൗത്യം തിരിച്ചറിഞ്ഞ് ഫൗണ്ടേഷൻ രക്ഷാധികാരി മുൻ DDE EK സുരേഷ് കുമാർ പരിസ്ഥിതി പ്രഭാഷണം നടത്തി. ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായി. ഡയറ്റ് പ്രിൻസിപ്പൽ UK അബ്ദുൽ നാസർ, ഫൗണ്ടേഷൻ സെക്രട്ടറി ZA സൽമാൻ, TNK നിഷ, K ലക്ഷ്മി, D ദിവ്യ, പൗലി ജെയിംസ്, M പ്രബീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഡയറ്റ് ക്യാമ്പസിൽ ശോഭീന്ദ്ര വൃക്ഷവും നട്ടു. ശോഭീന്ദ്ര വാരത്തിലെ ഒരു ദിവസത്തെ ഇനം എന്ന രീതിയിലാണ് പരിസ്ഥിതി ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനം ഉൾപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, വടകര. ഗാന്ധിയൻ മൂല്യങ്ങൾ പിൻപറ്റുന്ന പരമ്പരയാവണം നമ്മളെന്ന് CK നാണു MLA. അത്തരം രാഷ്ട്രീയ ചിന്തകളോട് ചേർന്ന് നിന്നു